കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ ചാനലിലും അതുപോലെ തന്നെ കേരളത്തിലുള്ള ലിബറൽ സ്പേസിലുള്ള ഈ മൂവി റിവ്യൂ ചെയ്യുന്ന അനലൈസ് ഒക്കെ ചെയ്യുന്ന കുറേ ചാനലുകളും തമ്മിൽ ഒരു ആശയപരമായ ഒരു വിഷയത്തിലുള്ള വിയോജിപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട്. ആ വിഷയം ഒരുപക്ഷെ ശ്രദ്ധിച്ച ആളുകൾക്കറിയാം. അവിഹിത ബന്ധങ്ങൾ, അതേപോലെ തന്നെ വിവാഹത്തിന് മുമ്പുള്ള കുൽസിത ബന്ധങ്ങൾ, 10 ബോഡി കൗണ്ട് 20 ബോഡി കൗണ്ട് എന്നൊക്കെ പറഞ്ഞ് അതിനെ നോർമലൈസ് ചെയ്യുന്ന, അതിനെ ഒരു വേള ഗ്ലോറിഫൈ ചെയ്യുന്ന അത്തരം വാദങ്ങളോട് ഞങ്ങൾ വിയോജിപ്പ് പറഞ്ഞു. അവരതിന് മറുവാദങ്ങളായിട്ട് രംഗത്ത് വന്നു. ഇവിടെ നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് ഇങ്ങനെ മറുവാദമായി രംഗത്ത് വന്ന ആളുകൾ ഈ വിഷയത്തെ കൈകാര്യം ചെയ്ത രീതി എങ്ങനെയാണ് എന്ന് പരിശോധിക്കാനാണ്. അതിൽ വല്ല പ്രശ്നവും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നുള്ളത്. അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് ഞങ്ങൾക്ക് മറുപടി പറഞ്ഞ അല്ലെങ്കിൽ ഞങ്ങളോട് വിയോജിച്ചുകൊണ്ട് വീഡിയോ ചെയ്ത ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ സംസാരം തുടങ്ങുന്നത് എങ്ങനെയാണ് എന്ന് നിങ്ങൾ കേൾക്കുക. ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ റിയാക്ട് ചെയ്തിട്ട് ഷാമോൻ ഈ പറഞ്ഞ കാര്യങ്ങളെയൊക്കെ ആക്രമിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച ആളുകൾ എന്ന് പറയുന്നത് അവർ കുറച്ച് മതവാദികളായിട്ടുള്ള ആളുകളാണ്. എന്ന് വെച്ചാൽ നാളെ താലിബാൻ കേരളം ഭരിക്കുമെന്ന് പറഞ്ഞാൽ അവർ കൈകൊട്ടി ആഘോഷിക്കുന്ന പോലെ അങ്ങനെ വിദേശ രാജ്യങ്ങളിൽ നടക്കുന്ന തീവ്ര മത പരിപാടികളെയൊക്കെ ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്ന. അപ്പോൾ എന്താണ്, ഞങ്ങൾ ആരായി താലിബാനെ അംഗീകരിക്കുന്ന, വിദേശത്ത് നടക്കുന്ന തീവ്രവാദവും അല്ലെങ്കിൽ തീവ്ര ചിന്താഗതികളും അതിനൊക്കെ വളരെ സന്തോഷത്തോടു കൂടി ഏറ്റെടുക്കുന്ന ആളുകളാണ്. ഇവിടെ ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് പറയുകയാണ്, ഈ വീഡിയോ കാണുന്നവരിൽ ഒരു പക്ഷേ ഞങ്ങളുടെ വാദത്തോട് അനുകൂലിക്കുന്നവരുണ്ടാവും. ഈ അവിഹിത ബന്ധങ്ങൾ, കുൽസിത ബന്ധങ്ങൾ പാടില്ല എന്ന് പറയുന്ന ഞങ്ങളുടെ വാദത്തോട് അനുകൂലിക്കുന്നവരോ, ഇനി മറുഭാഗത്ത് അവിഹിത ബന്ധങ്ങളൊക്കെ ആവാം അല്ലെങ്കിൽ കുൽസിത ബന്ധങ്ങളൊക്കെ വളരെ നോർമലാണ്, ബോഡി കൗണ്ടൊക്കെ എത്രയാവാം, അതൊക്കെ ആ രൂപത്തിൽ ആവുന്നതിന് ഒരു പ്രശ്നമില്ല എന്ന് വിശ്വസിക്കുന്നവരും ആയിക്കോട്ടെ. നിങ്ങൾ ആരാകട്ടെ, നിങ്ങൾ ഒന്ന് പരിശോധിച്ച് നോക്കുക. നമ്മൾ ഈ ചർച്ചയിൽ എന്തായിരിക്കണം വിഷയം? എന്താണ് വിഷയം? ഈ പറഞ്ഞ വിവാഹത്തിന് മുമ്പുള്ള ഇത്തരത്തിലുള്ള അവിഹിത ബന്ധങ്ങൾ, കുൽസിത ബന്ധങ്ങളാണ് വിഷയം. അതിൽ ഞങ്ങളുടെ ന്യായങ്ങൾ ഞങ്ങൾ പറഞ്ഞു അല്ലേ. പല ഇന്ന കാരണങ്ങൾ കൊണ്ട് അതിന് ഇന്ന പ്രശ്നങ്ങളുണ്ട്, സാമൂഹികമായ ഇന്ന പ്രശ്നമുണ്ട്, സ്ത്രീകൾക്ക് ഇന്ന പ്രശ്നമുണ്ട്, പുരുഷൻ ഇന്ന പ്രശ്നമുണ്ട്, ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ നമ്മൾ പറഞ്ഞു. മറുഭാഗത്ത് എങ്ങനെയാണ് ആ വിഷയങ്ങളെ കൈകാര്യം ചെയ്യേണ്ടിയിരുന്നത്? നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. അല്ല, അവിഹിത ബന്ധങ്ങൾ അല്ലെങ്കിൽ കുൽസിത ബന്ധങ്ങൾ അത് ഓക്കെയാണ്, അത് സ്വാതന്ത്ര്യമാണ്, അല്ലെങ്കിൽ അതിൻ്റെതായ ഒരുപാട് ന്യായങ്ങൾ അവർക്ക് പറയാനുള്ളത് അവർ പറയാണ് വേണ്ടത് അല്ലേ. പക്ഷേ ഇദ്ദേഹം ഇവിടെ ചെയ്തതെന്താ? ഈ അവിഹിത ബന്ധങ്ങളെ എതിർത്ത ഞങ്ങൾ പെട്ടെന്ന് ഈ താലിബാനായി, വിദേശ രാജ്യങ്ങളിൽ നടക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളൊക്കെ അംഗീകരിക്കുന്നവരായി. ഇദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു തെളിവിൻ്റെ ഒരു കഷണമെങ്കിലും ഹാജരാക്കാൻ പറ്റുമോ? ഞങ്ങൾ താലിബാനെ ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞ ഒരു തെളിവിൻ്റെ കഷണമെങ്കിലും കൊണ്ടുവരാൻ പറ്റുമോ? വിദേശ രാജ്യങ്ങളിൽ നടക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളെ അംഗീകരിക്കുന്നവർ എന്തിൻ്റെ പേരിലാണ് ഞങ്ങളെ താലിബാനികളും തീവ്രവാദികളൊക്കെ ആക്കിയത്? ഞങ്ങൾ അവിഹിത ബന്ധത്തെ എതിർത്തു. ഇവിടെ ഈ വിഷയത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കാൻ, ആ വിഷയത്തിൽ നിന്ന് ഞങ്ങളോട് മറുവാദം പറഞ്ഞാൽ അത് ആരോഗ്യകരമായൊരു സംവാദമായി തുടർന്നിങ്ങനെ പോകും. പക്ഷേ ഇദ്ദേഹം എന്താ ചെയ്തത്? ഇദ്ദേഹത്തിന് ഒരു തെളിവില്ലാതെയും ഇങ്ങനെ ഈ രൂപത്തിൽ ആരോപിക്കാൻ ഇദ്ദേഹത്തിന് സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇത് ഞാൻ ഇദ്ദേഹത്തെ ഒരു ആക്ഷേപിക്കല്ല, പക്ഷേ ഉള്ളിലുള്ള വംശീയവാദം കൊണ്ട് മാത്രമാണ്. കാരണം ഞങ്ങൾ മുസ്ലിങ്ങളാണ്, ഓക്കെ, മുസ്ലിം ഭാഗത്തു നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഇസ്ലാം എന്ന് പറയുന്ന ഒരു പ്രതലത്തിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ഞങ്ങളുടെ ഒരു പ്രതലം എന്ന് പറയുന്നത് മതം എന്ന് പറയുന്ന ഒരു പ്രതലമാണ്. അതുകൊണ്ട് ഇവർ മുസ്ലിങ്ങളാണ് എന്നുള്ളത് കൊണ്ട് ഇവരുടെ മേൽ ഒരു തെളിവുമില്ലാതെയും താലിബാനാക്കാം, തീവ്രവാദിയാക്കാം, എന്തുമാക്കാം. അതിന് പ്രത്യേകിച്ച് തെളിവുകൾ ആവശ്യമില്ല എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിലുള്ള വംശീയത. ഓക്കെ, ഞങ്ങൾ താലിബാനെ അംഗീകരിച്ചുകൊണ്ട് ഒരു വീഡിയോ ഒക്കെ ചെയ്ത ആൾക്കാരാണെങ്കിൽ ഇദ്ദേഹത്തിന് പറയാമെന്ന് കണ്ടോ, ഇവർ താലിബാനെയൊക്കെ അംഗീകരിച്ച് ആ വീഡിയോ ചെയ്തവരാണ്, ഇവർ അവിഹിതത്തെ എതിർക്കുന്നതിൽ അത്ഭുതമില്ല എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഏതെങ്കിലും തീവ്രവാദ പ്രവർത്തനങ്ങൾ അംഗീകരിച്ചു ഞങ്ങൾ ചെയ്ത എന്തെങ്കിലും ഒരു തെളിവ് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അതൊന്നുമില്ലാതെ, ഒരു തെളിവിൻ്റെ അംശം പോലും ഇല്ലാതെ ഇവർക്ക് ഈ ആരോപണങ്ങൾ ഉന്നയിക്കാൻ പറ്റുന്നത് വംശീയത കൊണ്ട് മാത്രമാണ് എന്ന് പറയുന്നതിൽ ദുഃഖമുണ്ട്. കാരണം അതൊരു യാഥാർത്ഥ്യമാണ്. അല്ലെങ്കിൽ ഇദ്ദേഹം തെളിവ് കൊണ്ടുവരട്ടെ. അപ്പോൾ ഇനി പറയുന്നത് ഓക്കെ, നിങ്ങൾ താലിബാൻ അംഗീകരിക്കുന്നില്ലെങ്കിൽ ഓക്കെ എന്ന് പറയാനായിരിക്കും ഇദ്ദേഹത്തിന് സാധിക്കുക. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഒരു തെളിവുമില്ലാതെ അങ്ങനെ ആരോപിക്കാൻ പറ്റുന്നതാണ് വംശീയതയുടെ അടിസ്ഥാനം. ഇപ്പോൾ ഇവിടെ നമുക്ക് വിദേശ രാജ്യങ്ങളിലൊക്കെ, നമ്മൾ ഈ യൂറോപ്പിലും അമേരിക്കയിലൊക്കെ കറുത്തവർക്കെതിരെയുള്ള വംശീയതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ സംസാരിക്കാറുണ്ട് അല്ലേ. അവിടെ നമ്മൾ ഏറ്റവും പ്രോബ്ലമറ്റൈസ് ചെയ്യുന്ന എന്താണ്? ആ വിഭാഗത്തിനെതിരെ വളരെ മോശമായ കാര്യങ്ങൾ ആരോപിക്കപ്പെടുക വിത്തൗട്ട് എനി എവിഡൻസ്, ജസ്റ്റ് ബിക്കോസ് ഓഫ് ദെയർ റേസ്. അവരുടെ റേസിൻ്റെ പേരിൽ അവർ ആ വിഭാഗത്തിൽപ്പെട്ടവരാണ് എന്നതിൻ്റെ പേരിൽ മാത്രം ഒരു തെളിവില്ലാതെ ബ്ലാക്സ് അങ്ങനെയാണ്, അവരിൽ ക്രൈം കൂടുതലാണ്, അവരിങ്ങനെയാണ്, അവർ സമൂഹത്തിൽ പ്രശ്നമാണ് എന്ന് ആരോപിക്കുക. ഒരു തെളിവില്ലാതെ തന്നെ അതിന് പറ്റുന്നു എന്നുള്ളതാണ് വംശീയതയുടെ അടിസ്ഥാനം. ഇതേ കാര്യം തന്നെയാണ്. ഓക്കെ, ഞങ്ങൾ പറഞ്ഞ ആശയത്തോട് നിങ്ങൾ വിയോജിച്ചോളൂ. അവിഹിതങ്ങളാവാം, കുൽസിതങ്ങളാവാം, അത് എത്രയും ആവാം, അത് സ്വാതന്ത്ര്യമാണ്, ഒക്കെ വാദിച്ചോളൂ. പക്ഷേ എന്തിനാണ് വംശീയമായി അധിക്ഷേപിക്കുന്നത്? അപ്പോൾ പറയും വംശീയമായി ഞാൻ വംശീയ അധിക്ഷേപത്തിൻ്റെ അടിസ്ഥാനം ഇത് തന്നെയാണ്. ഒരു തെളിവില്ലാതെ ഒരു ജനവിഭാഗത്തിനെതിരെ എന്തും ആരോപിക്കാം എന്നതാണ് വംശീയതയുടെ അടിസ്ഥാനം. ഇത് ഇനി ഈ വ്യക്തി മാത്രമല്ല, മറ്റൊരു വ്യക്തി നമ്മളോട് മറുപടി പറഞ്ഞു, നമ്മൾ ഓൾറെഡി കാണിച്ചതാണ്.
അദ്ദേഹം ചെയ്തത് നിങ്ങൾ കണ്ടോളൂ. നമ്മുടെ പൊതുബോധത്തോട് അത്ര ചേർന്ന് പോകാത്ത ഈ അഭിപ്രായം പറഞ്ഞപ്പോൾ കമന്റ് ബോക്സിൽ സ്വാഭാവികമായ ചില ചർച്ചകളും ചോദ്യങ്ങളും ഒക്കെ ഉണ്ടാവുകയും ചെയ്തു. എന്നാൽ അപ്പോഴാണ് കഥയിലേക്ക് അൺമാസ്കിംഗ് അനോമലീസ് തങ്ങളുടെ മാസ് എൻട്രി നടത്തിയത്. സോഷ്യൽ മീഡിയ ഉപദേശക സമിതിയുടെ അമരക്കാരും സർവോപരി ഇസ്ലാമിക ആചാര സംരക്ഷകരുമായ UA ടീം ഈ വിഷയത്തെ സമീപിച്ചത് അവരുടെ പാരമ്പര്യ രീതികളെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ. അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി കാണിച്ചതാണ്. നമ്മൾ തൊപ്പിയൊക്കെ ഇട്ടിട്ട് ഒരു ഇസ്ലാമിക വസ്ത്രമൊക്കെ ധരിപ്പിച്ച് മൂപ്പരങ്ങനെ കുട്ടപ്പനാക്കി എഡിറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഇവിടെ വിഷയം തൊപ്പിയോ അല്ലെങ്കിൽ ഇസ്ലാമിക വേഷമോ ഒന്നും അല്ലല്ലോ. എന്തിനാണ് ഈ അവിഹിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചയിൽ അവിഹിതത്തെ ന്യായീകരിക്കാൻ വീഡിയോ ഇറക്കുമ്പോൾ ഞങ്ങളെ തൊപ്പിയിട്ടിട്ട് എഡിറ്റ് ചെയ്യേണ്ട കാര്യം എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്നാണ് ഞങ്ങൾ ആലോചിച്ചത്, എത്ര സമയം എടുത്തിട്ടുണ്ടാവും. അപ്പോൾ എന്തിനാണ് ഈ വിഷയത്തിൽ ഞങ്ങളെ ഇങ്ങനെ ഒരു മുസ്ലിം ങ്ങളാണിവർ എന്ന് പ്രത്യേകം അങ്ങനെ തോന്നിപ്പിക്കേണ്ട അവസ്ഥ എന്താണ്? എന്തിനു വേണ്ടിയിട്ടാണത്? വീണ്ടും ഇവർ ഈ ടീമാണ് കേട്ടോ, ഇവർ ഈ മുസ്ലിങ്ങളാണ് കേട്ടോ, മുസ്ലിം ചിഹ്നങ്ങൾ ഉള്ളവരാണ് കേട്ടോ, ഇവരുടെ അഭിപ്രായങ്ങൾക്ക് അത്ര വിലയുള്ളൂ കേട്ടോ എന്ന് പറയാൻ വേണ്ടി മാത്രം. ഇവിടെ ഞാൻ പറയുന്നത് ഇത് ഒരു പാറ്റേൺ ആണ്. ഒരു ചങ്ങായി ഒരു തെളിവില്ലാതെ താലിബാനാക്കി തീവ്രവാദിയാക്കി ഒക്കെ ആക്കി, വേറെ ചങ്ങായി ഇത് കണ്ട മുസ്ലിങ്ങളാണ് കേട്ടോ, വേണ്ട അത്രേ ഉള്ളൂ എന്നുള്ള ഒരു വ്യംഗ്യാർത്ഥത്തിൽ പറയാം. വേറൊരു ചങ്ങാതി പറഞ്ഞ ഒരു വാക്ക് നിങ്ങൾ കേട്ടുള്ളൂ. പ്രകൃതിയിലെ ജൈവിക ചേതനകളൊക്കെ വെറും അഴിഞ്ഞാട്ടമായിട്ട് കാണുന്നത് ശാസ്ത്രത്തോടുള്ള വെല്ലുവിളിയാണ്. അത് അതിൻ്റെ ഇടയിലുള്ളൊരു തമാശ കേട്ടോ. അതായത് ഈ അവിഹിതത്തെ ഒക്കെ എതിർക്കുന്നത് ശാസ്ത്രത്തോടുള്ള വെല്ലുവിളിയാണെന്ന് ഇവർ പറയുന്നത് കേട്ടാ തോന്നുന്നു. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഈ അവിഹിതത്തൊക്കെ ന്യായീകരിക്കാൻ വേണ്ടി ഇറങ്ങുന്നതാണ്. അപ്പോൾ പോട്ടെ, അത് വേറൊരു വിഷയം പോട്ടെ. ശാസ്ത്രവും നിയമവും തടയുന്ന ഒരു കാര്യം ഈ പറയുന്ന മുൻജാഹിദുകൾ മറക്കുന്നുണ്ട്. കൊച്ചുകുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമം. അവിടെ വായ തുറക്കാതെ എന്ത് സദാചാരം പറഞ്ഞാലും നീയൊക്കെ ആ കൂട്ടത്തിൽപ്പെട്ട ആളാണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം പറയാൻ അത്ര മടിയാണെന്നുണ്ടെങ്കിൽ പങ്കാളിത്തം സംശയിക്കപ്പെടേണ്ടത് തന്നെയാണ്. അതിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു താല്പര്യം ഉണ്ടാവുന്നേ. ഇപ്പൊ ഷാമോന്റെ അപ്പോൾ എന്താണ്, ഏതോ ഒരു മദ്രസ അധ്യാപകൻ പിന്നെ കുട്ടികളെ പീഡിപ്പിച്ചു. ആ പീഡിപ്പിച്ചവരുടെ കൂട്ടത്തിൽ തന്നെയാണ് നിങ്ങളും. അതിൽ പങ്കാളിത്തം സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ വിഷയം എന്താണ്? പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ബന്ധങ്ങൾ പോലും അത് പിന്നെ കൃത്യമായൊരു വിവാഹ ബന്ധം അല്ലെങ്കിൽ ഇണയോടല്ലാതെ അത് പാടില്ല എന്ന വാദം ഉന്നയിച്ച ഞങ്ങളെ പീഡനത്തോട് ഉപമിച്ചു. പീഡിപ്പിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലാണ് നിങ്ങൾ എന്ന് പറഞ്ഞാൽ പിന്നെ വളരെ വൃത്തികെട്ട സംസാരങ്ങളും പിന്നെ പദപ്രയോഗങ്ങളും അതൊന്നും പിന്നെ ഞങ്ങളുടെ ഒരു നിലവാരവുമായി യോജിക്കാത്തതുകൊണ്ട് അതിനോടൊന്നും പ്രതികരിക്കുന്നില്ല. പക്ഷേ ഞാൻ പറയുന്നത്, ഇപ്പോൾ എന്താ ചെയ്തത്? ഒരു വ്യക്തി പീഡിപ്പിച്ചു, അയാൾ മുസ്ലിമാണ് അല്ലെങ്കിൽ അയാളൊരു മദ്രസ അധ്യാപകനാണ്, അതുകൊണ്ട് നിങ്ങൾ ആ സമുദായത്തിൽപ്പെട്ട ഒരു ക്രൈം ചെയ്ത ഒരാളായതുകൊണ്ട് നിങ്ങളും അവരിൽപ്പെട്ടവരാണ് എന്ന് എന്തെങ്കിലും തെളിവുണ്ടോ? നേരത്തെ ചോദിച്ചതുപോലെ മദ്രസയിൽ നടക്കുന്ന ഏതെങ്കിലും പീഡനങ്ങൾ, ആ പീഡനങ്ങളെ ഞങ്ങൾ അംഗീകരിച്ചു അല്ലെങ്കിൽ ഞങ്ങൾ അതിന് അനുകൂലമാണ് എന്നുള്ളതിന് വല്ല തെളിവുണ്ടോ? ഒരു തെളിവുമില്ലെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? വളരെ കംഫർട്ടബിളായി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആരോപിക്കാൻ പറ്റും. നിങ്ങളും അവരുടെ കൂട്ടത്തിലാണ്, അതിൻ്റെ പങ്കു പറ്റുന്നവരാണ്. എന്തെങ്കിലും തെളിവുണ്ടോ? ഒന്നുമില്ല. ഇവിടെ ഞാൻ പറയുന്നത് ഇതിനെ ഈ മദ്രസ പീഡനങ്ങൾ, അത് പൊതുവെ പീഡനങ്ങളെല്ലാം ഏതാണെങ്കിലും അത് ക്രൈമുകളാണ്. ക്രൈമിനെ അംഗീകരിക്കുന്ന ഒരാളുണ്ടാവില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ നിലപാട് വ്യക്തമാണ്. ഇനി ഞങ്ങൾ അതിൽ ആ വിഷയവുമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് തന്നെ വെക്കാം. ഓക്കെ, ഈ മദ്രസയിൽ നടക്കുന്ന പീഡനങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് വെക്കാം. എന്നാൽ പോലും ഞങ്ങൾ അതിന് അനുകൂലമാണ് എന്ന് എങ്ങനെ ഇദ്ദേഹത്തിന് അങ്ങനെ ഒരു വിധി എഴുതാൻ സാധിക്കുന്നത്? കാരണം ഇത് രണ്ടും ഒരേ ടീമാണ്, ഒരേ മതസ്ഥരാണ്, മുസ്ലിങ്ങളാണ്. അപ്പോൾ മുസ്ലിമായ അയാൾ ചെയ്തത് ഇയാളും ഉത്തരവാദിയാണ്. ഇതിനെയാണ് വംശീയത എന്ന് പറയാം. ഇതിൻ്റെ ഒക്കെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ നിരന്തരമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണിത്. ഈവൻ നമ്മൾ ക്ലബ് ഹൗസിൽ തന്നെ, ക്ലബ് ഹൗസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 4 വർഷങ്ങൾക്ക് മുമ്പ് എങ്ങാനും ആ സമയം തൊട്ട് തന്നെ ഈ വിഷയം സംസാരിച്ചിട്ടുണ്ട്. ക്ലബ് ഹൗസ് കാലഘട്ടത്തിൽ തന്നെ ഈ മദ്രസയിൽ നടക്കുന്ന പീഡനങ്ങൾ അതിനെതിരായി സംസാരിച്ച ആൾക്കാരാണ് ഞങ്ങൾ. അത് ഇവിടെ പറയേണ്ട ഒരു കാര്യമില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ അത് തെളിയിക്കേണ്ട കാര്യം പോലും ഇല്ല. ഈ ആരോപണം ഉന്നയിച്ചവരാണ് അതിന് തെളിവ് വരേണ്ടത്. അപ്പോൾ ഞാൻ പറയുന്നത്, ഇങ്ങനെ മദ്രസ പീഡനങ്ങളെ അനുകൂലിക്കുന്നവർ, അതേപോലെ തന്നെ താലിബാനെ അംഗീകരിക്കുന്നവർ, തീവ്രവാദത്തെ അംഗീകരിക്കുന്നവർ, ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ കേൾക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് ഞങ്ങളെ ഈ ആക്ഷേപങ്ങളൊക്കെ ഉന്നയിക്കുന്നത്? എന്തിനു വേണ്ടിയാണ്? ഞങ്ങൾ അവിഹിതത്തെ എതിർത്തു, അവിഹിത ബന്ധങ്ങളെ എതിർത്തു, കുൽസിതങ്ങളെ എതിർത്തു. ഇവർ കുൽസിതങ്ങളെ അനുകൂലിക്കുന്നു. ഇത് മാത്രമാണ് ഇവിടെയുള്ള വിഷയം. നമുക്ക് ആ വിഷയങ്ങൾ സംസാരിക്കേണ്ട സമയമാണിത്. പക്ഷേ അതിൻ്റെ ഇടയിൽ ഈ വംശീയമായ അധിക്ഷേപങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഇതിൽ ഞാൻ പറയുന്നത് എല്ലാവരും ഒരേപോലെ വംശീയ ചിന്താഗതിയുള്ള ആൾക്കാരാണെന്നൊന്നുമല്ല. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഈ ഉണ്ണി എന്നൊക്കെ പറയുന്ന ആൾ കുറച്ചുകൂടിയൊക്കെ കാര്യങ്ങൾ ആ നിലക്ക് ഗൗരവകരമായി ഒക്കെ സംസാരിക്കുന്ന ആളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പോലും ഉള്ളിലുള്ള വംശീയത അറിയാതെ പുറത്തു വരികയാണ്. പിന്നെ സംസാരിച്ച ഈ അവസാനം പറഞ്ഞ ആളൊക്കെ വെറും ഒരു കണ്ടന്റും ഇല്ലാതെ, ഒരു നിലവാരം ഇല്ലാതെ സംസാരിക്കുന്ന ആളാണ്. അതിനെ എല്ലാവരും ഒരുപോലെയാണെന്ന് പറഞ്ഞല്ലോ കേട്ടോ. കുറച്ചുകൂടിയൊക്കെ നിലവാരത്തിലും അല്ലാതെയൊക്കെ സംസാരിക്കുന്നവരുണ്ട്. പക്ഷേ ആരാണെങ്കിൽ പോലും ഇങ്ങനെ ഒരു വംശീയത ഇവരറിയാതെ, നിലവാരമുള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും വംശീയത ഇവരുടെ അറിയാതെ ഇവരുടെ മനസ്സിൽ നിന്നും പുറത്തു വരുന്നതാണ് നമുക്ക് കാണാൻ പറ്റും. ഒരു തെളിവില്ലാതെ ഒരു ജനവിഭാഗത്തിനെതിരെ എന്തും ആക്ഷേപിക്കാം,
ഇതാണ് ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. ഇതിനു മുമ്പും ഇത്തരക്കാരായ ആളുകളോട് നമ്മൾ ഇത്തരത്തിലുള്ള ആശയപരമായ സംഘടനകളിൽ ഏർപ്പെട്ടിരുന്നു. ഏതാനും ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലെ ഇവർ വേറെ കുറച്ച് പിന്നെ ഇങ്ങനെയുള്ള അഴിഞ്ഞാട്ടങ്ങളെയോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ന്യായീകരിക്കാൻ വേണ്ടി വീഡിയോ ചെയ്തപ്പോൾ ഞങ്ങൾ അതിന് മറുപടി പറഞ്ഞു. അതിന് മറുപടി ആയിക്കൊണ്ട് അന്ന് അദ്ദേഹം വേറൊരു കളവാണ് പറഞ്ഞത്. ആ കളവ് നിങ്ങളൊന്ന് കേട്ടോളൂ. നമ്മളന്ന് ഒരു ഈ സ്വവർഗരതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചയായിരുന്നു. സ്വവർഗരതിയെ ഞങ്ങൾ എതിർത്തു, അവർ സ്വവർഗരതിയെ അനുകൂലിച്ചു. ഓക്കെ, അത് ഒരു ആശയപരമായ ചർച്ചയാണ്. ഞങ്ങൾക്ക് എതിർക്കാൻ ഞങ്ങൾക്ക് ന്യായം ഉണ്ടാവും, അവർക്ക് അവരുടേതായ ന്യായങ്ങൾ ഉണ്ടാവും. അത് ആശയപരമായി ഏറ്റുമുട്ടി അത് ആളുകൾ കേൾക്കുക, വിലയിരുത്തുക എന്നുള്ളതാണ് വേണ്ടത്. അതിൻ്റെ ഇടയിൽ ഇദ്ദേഹം അതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഇപ്പം പറയുന്നത് പോലെ തന്നെ വേറൊരു കളവ് പറയുന്നത് നിങ്ങൾ കേട്ടോളൂ. നമ്മൾ അന്ന് റിയാക്ട് ചെയ്താണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം കേട്ടോളൂ. പറയാനായിട്ട് നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണുള്ളത്? ആന്റി വാക്സിനേഷൻ ക്യാമ്പയിൻ്റെ അകത്ത് മുൻപിൽ തന്നെ നിങ്ങൾ ഉണ്ടായിരുന്നല്ലോ. WHO എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ വീഡിയോയുടെ താഴെ വരെ എഴുതി കാണിക്കുന്നുണ്ട്, നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ഒക്കെ പോസ്റ്റിന്റെ താഴെ എഴുതി കാണിക്കുന്നുണ്ട്, നിങ്ങൾ ആന്റി വാക്സിനേഷൻ ക്യാമ്പയിൻ നടത്തുന്ന പോസ്റ്റിന്റെ താഴെ കാണിക്കുന്നുണ്ട് വാക്സിനേഷൻ എടുക്കണം, അത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഒരു രീതിയാണ്, അതുപോലെ തന്നെ കോവിഡിനെ മാറ്റാനായിട്ട് നമുക്ക് അതേ ഒരു വഴിയുള്ളതെന്ന് പറയുന്നു. അപ്പോൾ എന്താണ് അതിൻ്റെ ഇടയിലൊന്ന് സൂചിപ്പിക്കുകയാണ്, ഞങ്ങൾ സ്വവർഗരതിയാണ് എതിർത്തത്. ഇദ്ദേഹം അതിൻ്റെ ഇടയിൽ കൊണ്ടുവന്നിട്ട് പറയുന്നത് നിങ്ങൾ ആൻറ്റി വാക്സിനേഷൻ ക്യാമ്പയിൻ്റെ ആൾക്കാരല്ലേ, നിങ്ങൾ വാക്സിനേഷൻ എതിരല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കുക. ഒന്ന് വിഷയമായിട്ടൊരു ബന്ധമില്ല, പിന്നെന്താണ് ഒരു വിഭാഗത്തിനെതിരെ അങ്ങ് ആക്ഷേപിക്കാൻ ഒരു തെളിവ് ആവശ്യമില്ല എന്നുള്ള രൂപത്തിൽ അങ്ങോട്ട് ആക്ഷേപിക്കുകയാണ്. നിങ്ങൾ വാക്സിനേഷൻ്റെ എതിരെ ആയുള്ള ആൾക്കാരല്ലേ, നിങ്ങൾ വാക്സിനേഷൻ വിരുദ്ധരല്ലേ എന്ന് ചോദിക്കാം. അതിനുള്ള മറുപടി അടക്കം നിങ്ങൾ കേട്ടു. ആന്റി വാക്സിനേഷൻ ക്യാമ്പയിൻ്റെ അകത്ത് മുൻപിൽ തന്നെ നിങ്ങൾ ഉണ്ടായിരുന്നല്ലോ. ഇത് പച്ചക്കള്ളമാണ്, പച്ചക്കള്ളം, അതിന് വേറെ വാക്കൊന്നുമില്ല. ആന്റി വാക്സിൻ ക്യാമ്പയിൻ്റെ മുന്നിൽ നിങ്ങൾ ഉണ്ടായിരുന്നല്ലോ. എവിടെ? ഒരൊറ്റ തെളിവ് ഈ വിഷയത്തിൽ ഹാജരാക്കുകയാണെങ്കിൽ താങ്കൾ പറയുന്ന പണി ചെയ്യും. ആന്റി വാക്സിൻ ക്യാമ്പയിൻ്റെ മുമ്പിൽ ഞാനുണ്ടായിരുന്നു. എവിടെ? എന്താണ് തെളിവ്? പച്ചക്കള്ളം പറയാം. എന്താണ് ഇങ്ങനെ ഒരു ഒഴുക്കിൽ അങ്ങ് പറഞ്ഞു പോയാൽ ആൾക്കാർ വിചാരിക്കും, കണ്ടോ ആന്റി വാക്സിൻ ആൾക്കാരല്ലേ, അപ്പോൾ പിന്നെ ബാക്കി കേൾക്കേണ്ട കാര്യമില്ലല്ലോ. എന്തിനാണ് ഈ കള്ളം പറയുന്നത്? അടുത്ത എഡ്യൂക്കേഷൻ്റെ അടുത്ത ഭാഗമായി പറയുക, കള്ളം പറയാതിരിക്കുക. മിടുക്കന്മാരായ കുട്ടികൾ കള്ളം പറയില്ല. അപ്പോൾ ഏതായാലും കള്ളം പറയാതിരിക്കുക. എന്താണ് ആൻറ്റി വാക്സിൻ? എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായത് വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല എനിക്ക്, അല്ലേ? വാക്സിനേഷനെതിരെ വന്നിട്ടുള്ള അത്തരം പ്രചാരണങ്ങൾക്കെതിരെ പോസ്റ്റ് ചെയ്ത ആളാണ് ഞാൻ. വാക്സിനേഷനെതിരെ ഇത്തരത്തിലുള്ള ക്യാമ്പയിനുകൾ വന്നപ്പോൾ അതിനെതിരെ പോസ്റ്റ് ചെയ്ത ആളാണ് ഞാൻ, അതിനെതിരെ സംസാരിച്ച ആളാണ് ഞാൻ. ഇപ്പോൾ നമുക്ക് കുട്ടികൾക്ക് വാക്സിൻ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും നമുക്ക് കിട്ടുന്ന അവസരത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ വാക്സിനുകൾ എടുത്തു വെക്കുക. വാക്സിൻ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കൊടുത്ത ആളാണ് ഞാൻ. എന്നിട്ട് എൻ്റെ പേരിൽ പച്ചക്കള്ളം പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, വാക്സിനേഷൻ എതിരല്ലേ നിങ്ങൾ എന്ന് അടിച്ചു വിടുകയാണ്. എന്തെങ്കിലും തെളിവിൻ്റെ അംശമെങ്കിലും ഒരു കഷണമെങ്കിലും ഉണ്ടോ? ഇല്ല. എന്ന് മാത്രമല്ല, ഇതിൽ ഞാൻ അതിൻ്റെ കൂടെ പറയാണ്, ഞാൻ വാക്സിനേഷൻ അനുകൂലമാണ് അല്ലെങ്കിൽ വാക്സിനേഷന് വേണ്ടി സംസാരിക്കുന്ന ആളാണ് എന്ന് തെളിയിക്കേണ്ട കാര്യം ഇവിടെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. എന്നിട്ടും നമ്മൾ എന്ത് ചെയ്തു? കൃത്യമായിട്ട് ആ വിഷയങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ അതിൻ്റെ കാര്യമില്ല. വാക്സിനേഷൻ എതിർക്കുന്നു എന്ന് പറയാൻ എന്തെങ്കിലും തെളിവ് ഉണ്ടോ? എന്തെങ്കിലും കണ്ടിട്ടാണോ, എന്തെങ്കിലും തെളിവ് കിട്ടിയിട്ടാണോ ഇയാൾ സംസാരിച്ചത്? ഉറപ്പാണ്. കാരണം ഞങ്ങളങ്ങനെ സംസാരിക്കാത്തതുകൊണ്ട് തന്നെ അതിന് തെളിവ് കിട്ടൂലല്ലോ. പക്ഷേ അടിച്ചു വിടുക. കാരണം എന്താ? ഇത് ഈ വിഭാഗമാണ്, ഇവർക്കെതിരെ ഒരു തെളിവുമില്ലാതെയും എന്തും ആരോപിക്കാം. ഇതാണ് ഈ ചിന്തയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ വംശീയത എന്ന് പറയുക. ആൻറ്റി മുസ്ലിം റേസിസം എന്ന്, ഇസ്ലാമോഫോബിയ എന്നുള്ളതിനും അപ്പുറത്തേക്കാണ് ഈ വംശീയ ചിന്ത എന്ന് പറയുന്നത്. ഈ വിഭാഗത്തിനെതിരെ ഇപ്പോൾ ഹിറ്റ്ലറിൻ്റെ കാലഘട്ടത്തിൽ ജർമ്മനിയിലൊക്കെ ജൂതന്മാർക്കെതിരെ ഇതാണ് ശരിക്കും വർക്കൗട്ടായിരുന്നത്. കാരണം ആ ജൂതന്മാർക്കെതിരെ ഒരുപാട് മുൻധാരണകളും ഇത്തരത്തിലുള്ള കാര്യങ്ങളും ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് അവരെ കൊന്നാലും അവരെ വംശഹത്യ ചെയ്താലും ആർക്കും ചോദിക്കാൻ ഇല്ലാത്ത രൂപത്തിൽ, കാരണം എന്താ, അവർക്ക് മേലെ ആരോപിക്കാൻ പ്രത്യേകിച്ച് തെളിവൊന്നും ആവശ്യമില്ല എന്ന ഒരു അവസ്ഥ, ഒരു സോഷ്യൽ കണ്ടീഷനിങ് ആയിരുന്നു അന്നുണ്ടായിരുന്നത്. അത് യഥാർത്ഥത്തിൽ ഒരു ആൻറ്റിസെമിറ്റിസം അല്ലെങ്കിൽ ഒരു ജൂതവിരുദ്ധത എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. സാമൂഹികമായി ജൂതന്മാർക്കെതിരെ എന്തും ആരോപിക്കാം. അതിന് അവർ പിന്നെ രോഗം പടർത്തുന്നവരാണ്, അവർ സമൂഹവുമായി ഇഴുകിച്ചേരാത്തവരാണ്, സമൂഹത്തിൻ്റെ മറ്റെല്ലാ കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നവരാണ്. ഇങ്ങനെയുള്ള അനേകം ആരോപണങ്ങൾ ജൂതന്മാർക്കെതിരെ. അതിനേതെങ്കിലും തെളിവുണ്ടായിട്ടാണോ? അല്ല. ആ വിഭാഗത്തിനെതിരെ അങ്ങനെയൊക്കെ പറയാം, അവരങ്ങനെയൊക്കെ തന്നെയാണ് എന്ന ഒരു ചിന്തയാണ് ഇതിൻ്റെ അടിസ്ഥാനം. ഇതേപോലെ ഇന്ന് മുസ്ലിങ്ങൾക്കെതിരായിട്ട് എന്തും ആരോപിക്കാം, വാക്സിനേഷൻ വിരുദ്ധരാണെന്ന് പറയാം. എന്നിട്ടോ ഇങ്ങനെ ഇയാൾ പറഞ്ഞു, ഞങ്ങൾ അതിന് തെളിവ് ചോദിച്ചു, നിങ്ങൾ തെളിവ് കൊണ്ടുവന്നാൽ നിങ്ങൾ പറയുന്ന പണി ചെയ്യാമെന്ന് പറഞ്ഞു. അവസാനം എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ, ഇദ്ദേഹം ആ വീഡിയോൻ്റെ താഴെ ഒരു പിൻഡ് കമൻ്റ് ഇട്ടു. ഈ വീഡിയോയിൽ ഈ വ്യക്തിക്കെതിരെ ഞാൻ ഉന്നയിച്ച ആരോപണം തെറ്റായിരുന്നു, ക്ലിപ്പ് റിമൂവ്ഡ് നൗ. എനിക്ക് കിട്ടിയ സോഴ്സിലും മെറ്റീരിയൽസിലും ഉണ്ടായ തെറ്റിദ്ധാരണയാണ്, അത് എക്സ്ക്യൂസ് അല്ല, ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ക്ഷമ ചോദിച്ച് മാപ്പും പറഞ്ഞു പോയി. നമ്മൾ മാപ്പ് കൊടുക്കുകയും ചെയ്തു. അതൊന്നും വിഷയമല്ല. എന്നുവെച്ചാൽ
പക്ഷേ നമ്മൾ പറയുന്നത് ഇത് ഏതെങ്കിലും സോഴ്സിലുള്ള പ്രശ്നമൊന്നുമല്ല. അത് പിന്നെ കുറച്ചൊരു പിന്നെ പൊടിപ്പും തങ്ങലിന് വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ആരോപിച്ചതാണ്. എന്തെങ്കിലും ഒരു തെളിവ്, ഓക്കെ, ഇനി സോഴ്സിൽ വന്ന തെളിവ് മാറ്റം എന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അതിനോട് ചേർന്ന് നിൽക്കുന്ന രൂപത്തിലെങ്കിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞതിൻ്റെ തെളിവ് വേണ്ടേ? ഒന്നുമില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം നമ്മൾ അതിനുവേണ്ടി സംസാരിക്കുന്ന ആൾക്കാരാണ്, വാക്സിനേഷന് വേണ്ടി സംസാരിക്കുന്ന ആൾക്കാരാണ്. എന്നിട്ടും ഈ രൂപത്തിൽ ഇവർക്ക് ഇങ്ങനെ പറയുന്നത് എന്താ? ഒരു തെളിവില്ലാത്ത ആരോപിച്ചതാണ്. നമ്മൾ കയ്യോടെ പിടികൂടി അതിൻ്റെ തെളിവ് ചോദിച്ചപ്പോൾ പിന്നെ അവസാനം മാപ്പ് പറഞ്ഞ് തടി തപ്പേണ്ടുന്ന അവസ്ഥ വന്നു. അന്ന് മാപ്പ് പറഞ്ഞു പോയ ആളാണ് ഇപ്പം വീണ്ടും അതുമായി ബന്ധമില്ലാത്ത വേറെ കുറേ ആരോപണങ്ങളായിട്ട് വരിക. ഇത് തന്നെ ആവർത്തിക്കും. ഈ സൈക്കിൾ ഇങ്ങനെ ആവർത്തിക്കും. കാരണം എന്താ? അന്ന് വാക്സിനേഷൻ്റെ വിഷയത്തിൽ മാപ്പ് പറഞ്ഞു. ഇനി നമ്മൾ ഇപ്രാവശ്യം ചോദിക്കുകയാണ്, മദ്രസ പീഡനങ്ങളെ ഞങ്ങൾ അംഗീകരിച്ചതിൻ്റെ തെളിവുണ്ടോ എന്ന് ചോദിച്ച് അതിനെ ഒന്ന് പറയുന്ന പണി ചെയ്യാമെന്ന് 1 ലക്ഷം ഇനാമൊക്കെ പ്രഖ്യാപിച്ചാൽ അതിനും അത് പറഞ്ഞത് തെറ്റായിപ്പോയി മാപ്പ് എന്ന് പറഞ്ഞിട്ട് ഇപ്പം പറയും. എന്നിട്ട് ഒരു 2 മാസം കഴിഞ്ഞിട്ട് വേറൊരു വീഡിയോ ഇറക്കും, അതിൽ വേറെ കുറച്ച് ആരോപണം പറയും. ഇനി നേരത്തെ പറഞ്ഞ ഉണ്ണീനോടാണെങ്കിൽ ഞങ്ങൾ താലിബാനെ അനുകൂലിച്ചതിൻ്റെ ഏതെങ്കിലും ഒരു തെളിവിൻ്റെ കഷ്ണം ഹാജരാക്കാമോ, 10 ലക്ഷം രൂപ തരാം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് ഞങ്ങൾ പറഞ്ഞത് തെറ്റായി പോയതുകൊണ്ട് അന്ന് മാപ്പ് പറഞ്ഞു പോകും. പിന്നെ വേറെ സമയത്ത് വീണ്ടും ആരോപണങ്ങളായിട്ട് വരും. ഇതൊരു സൈക്കിളായിട്ട് പോവാൻ. ഇതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഈ വിഷയങ്ങളൊന്നുമല്ല, നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളേ അല്ല ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇതിൻ്റെ അടിസ്ഥാനം വംശീയതയാണ്. ഒരു വിഭാഗത്തിനെതിരെ എന്തും ആരോപിക്കാം, അതിന് ഒരു തെളിവില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയുന്ന മുസ്ലിം വിരുദ്ധ വംശീയതയാണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സംസാരിക്കുന്ന വിഷയം കുൽസിതങ്ങളെ ന്യായീകരിക്കുക എന്നുള്ളത്, അത് നിങ്ങൾ ന്യായീകരിച്ച് അതിൻ്റെ ന്യായങ്ങൾ പറയും. വളരെ ചുരുക്കം ന്യായങ്ങൾ മാത്രമാണ് പറഞ്ഞത്. അതിന് ഓൾറെഡി നമ്മൾ മറുപടിയും പറഞ്ഞു. ഓക്കെ, ഒക്കെ കുറച്ച് ന്യായങ്ങൾ മാത്രമാണ് അതിൽ പറഞ്ഞത്. അതിന് നമ്മൾ കൃത്യമായിട്ട് മറുപടിയും പറഞ്ഞു. അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് ന്യായം ഇല്ലെങ്കിൽ ആയിക്കോട്ടെ, നിങ്ങൾ നിർത്തിക്കോളൂ. ഇനി അതല്ല, ആ വിഷയത്തിൽ ഒതുങ്ങിക്കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മറുവാദങ്ങൾ ഇനിയും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പറഞ്ഞോളൂ. നേരിട്ട് സംവാദം ആയിക്കോട്ടെ, നേരിട്ട് സംവദിക്കാൻ നിങ്ങൾക്ക് പ്രയാസമാണെന്നുണ്ടെങ്കിൽ വരണ്ട. അതൊന്നും ഞങ്ങൾ ആരും നിർബന്ധിക്കുന്നു എന്നല്ല. അതൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ വന്നാൽ മതി. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ ഇരുന്ന് നിങ്ങളുടെ വിഷയം പറയൂ. അതിനപ്പുറത്തേക്ക് പറയുന്ന ആളുകളുടെ മതം നോക്കി, അവരേത് വിഭാഗമാണെന്ന് നോക്കി എന്തും ആരോപിക്കാം ഒരു തെളിവില്ലാതെ എന്ന വംശീയ ചിന്തകൾ, അത് അറിഞ്ഞോ അറിയാതെയോ, ചില ആൾക്കാർക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ അവർ ആ വംശീയതയിൽ മുങ്ങിക്കൊളിച്ച ആൾക്കാരാണ്. വേറെ ചില ആൾക്കാർ അറിയാതെയൊക്കെ ഉള്ളിൽ നിന്ന് വന്നു പോകുന്ന വംശീയ ചിന്തകളും സംസാരങ്ങളുമാണ്. അത് ഒഴിവാക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ വിഷയങ്ങളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് സംസാരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വംശീയമായ മുൻവിധികളും വംശീയമായ അധിക്ഷേപങ്ങളും ഒരിക്കലും നല്ല കാര്യമല്ല. അല്ലെങ്കിൽ കുറച്ചുകൂടി നിങ്ങളുടെ ഭാഷയിലൊക്കെ പറയുന്നത് പൊളിറ്റിക്കലി കറക്റ്റ് അല്ല. ഓക്കെ, വംശീയ അധിക്ഷേപങ്ങൾ പൊളിറ്റിക്കലി കറക്റ്റ് അല്ല എന്നെങ്കിലും മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്. അപ്പോൾ അത്തരം ചിന്തകളും അത്തരം ഉള്ളിലുള്ള മാലിന്യങ്ങളും ഒഴിവാക്കാൻ കുറച്ചൊക്കെ ഒന്ന് ശ്രമിക്കുക. വിഷയങ്ങളായി അഡ്രസ്സ് ചെയ്യാൻ കുറച്ചൊക്കെ ശ്രദ്ധിച്ചു നോക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. അതല്ലാതെ വംശീയ അധിക്ഷേപങ്ങളും വളരെ വൃത്തികെട്ട രൂപത്തിൽ സംസാരിക്കുന്ന ആൾക്കാരോട് ഞങ്ങൾക്ക് കാര്യമായിട്ടൊന്നും പറയാനില്ല. നിങ്ങളുടേതായ രൂപത്തിൽ പോയിക്കോളൂ എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്. ബാക്കിയുള്ളവരോടാണ് കുറച്ചെങ്കിലും ഗൗരവകരമായി കാര്യങ്ങൾ സമീപിക്കുന്ന ആളുകളോടാണ് ഈ വിഷയങ്ങൾ സംസാരിച്ചത്. അപ്പോൾ ഇത്തരം അധിക്ഷേപങ്ങൾക്ക് ഞങ്ങൾക്ക് മറുപടിയില്ല. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇറക്കിയിട്ടുള്ളത്. അധിക്ഷേപങ്ങളും തെറിവിളികളും അതേപോലെ തന്നെ മോശം പദപ്രയോഗങ്ങളുമായിട്ട് ഞങ്ങൾക്ക് റിയാക്ഷൻ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. അവരോട് ഞങ്ങൾക്ക് മറുപടിയില്ല. എന്തായാലും ഞങ്ങളുടെ നിലവാരം ആ നിലവാരത്തിൽപ്പെട്ടതല്ല. ഞങ്ങൾ വിഷയങ്ങളാണ് സംസാരിക്കാറുള്ളത്. ഞങ്ങളുടെ ചാനൽ എടുത്ത് നോക്കിയാൽ മതി. പല വിഷയങ്ങൾ അതിൻ്റെ മെറിറ്റിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്ന ആളുകളാണ് ഞങ്ങൾക്ക് ആ ഒരു നിലവാരമുണ്ട്. ആ നിലവാരത്തിൽ നിന്നുകൊണ്ട് മാത്രമേ ഞങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അധിക്ഷേപങ്ങൾ ഇറക്കുന്ന വീഡിയോ ആരിറക്കിയാലും അത് ഞങ്ങൾ കണ്ട് അവഗണിച്ച് മുന്നോട്ട് പോകും. വിഷയങ്ങളിൽ ഞങ്ങൾ പറഞ്ഞതിൽ ഏതെങ്കിലും ഇന്ന ലോജിക്കലായ പ്രശ്നങ്ങളുണ്ട്, നിങ്ങൾ പറഞ്ഞ ന്യായങ്ങളിൽ ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയാണെന്നുണ്ടെങ്കിൽ അതിനോട് ഞങ്ങൾ ആ മെറിറ്റിൽ നിന്നുകൊണ്ട് തന്നെ പ്രതികരിക്കുകയും ചെയ്യും എന്നുള്ളത് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. ഇത്തരം വിഷയങ്ങൾ നമുക്ക് കുറച്ചുകൂടി ആരോഗ്യകരമായ രൂപത്തിലുള്ള സംവാദങ്ങളും ചർച്ചകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇനിയും മുന്നോട്ട് പോകാം. കൂടുതൽ ആളുകളിലേക്ക് ഇത്തരം കാര്യങ്ങൾ എത്തിക്കുക, ആരോഗ്യകരമായൊരു സംവാദ സംസ്കാരം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്. വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.